ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബജി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയാണ് ഈ കറി. അപ്പം ഞാൻ ഈ ബജിക്കറി കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ബജിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ നല്ലപോലെ അടച്ചു വെച്ച് ഒരു 3-4 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ ഒരു 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാകമായിട്ടുള്ള വേവായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതാ നല്ലപോലെ പാകമായിട്ടുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ നിന്ന് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം തിളപ്പിക്കാൻ വെക്കരുത് കേട്ടോ, പാൽ വിരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു തിള മതി കേട്ടോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കറൊന്ന് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതേസമയം തന്നെ ഈ കറി ഒന്ന് വറവിടാനായിട്ട് നമുക്ക് ഇവിടേക്കൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2-3 ചുവന്ന മുളക് കൂടെ ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ കറികളിലും ഞാൻ മല്ലിയില ചേർക്കാറുണ്ട്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഈ ബജിക്കറിക്ക്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജിക്കറി ഇവിടെ റെഡി ആയിട്ടോ. ഉരുളക്കിഴങ്ങ് ബജിക്കറിയുടെ റെസിപ്പി ഇതാ ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.